ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ. ഈ പെൺകുട്ടി പറയണ, നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ. കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട്, ആ കുട്ടിക്കൊരു ജീവിതമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, ഇപ്പൊ നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതുപോലെ ഇത് ഡബ്ഡ് വെർഷൻ ഒന്നുമല്ല, നമ്മുടെ ഷാജിദയാണ്. അങ്ങനെ ഷാജിദ അവസാനം എല്ലാം വിട്ടെറിഞ്ഞ് വെടിഞ്ഞ് നന്നാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തം അമ്മ, പിണങ്ങിപ്പോയ അമ്മയടക്കം വിളിച്ച് വീട്ടിൽ കയറ്റി ഇനി എല്ലാം ഒത്തൊരുമയോടെ, എല്ലാം സ്നേഹത്തോടെ, കുടുംബക്കാരും ഒക്കെ ആയിട്ട് അണിചേർന്ന് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇത്രയും മോട്ടിവേഷൻ, ചന്ദനക്കടത്തിന് ശേഷം അടുത്ത മോട്ടിവേഷനിലോട്ട് മാറിയിരിക്കുകയാണ് ഷാജിദ. വാവ് വാവ്, എല്ലാരും ഒരു നിമിഷം സ്മരിച്ചിട്ട് എണീറ്റ് കൈയടിക്കൂ സുഹൃത്തുക്കളെ. ഷാജിദ ഇതാരടാ? ഷാജിഡ. ചന്ദനം മഴ സന്ധ്യയുടെ നടയിൽ നടനം തുടരുക രംഗ വേളിമംഗളരവം. നമ്മുടെ ഷാജിദ അങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഇനി എന്ത് വേണം? ഒരു മനം മാറ്റം, അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അന്യൻ ഡ്രാമ അമ്പി കളിക്കുകയാണോ എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. വിഷയം നേരെ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുതരാം. ഫാത്തി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങ് ഗൾഫിൽ പോയിരുന്ന് സ്വന്തം കുഞ്ഞു കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് പച്ചാവരാതം പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യവന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ഇടയിൽ പരിഹരിക്കാനായിട്ട് ഷാജിദ എൻട്രി നടത്തുകയാണ്. നല്ല ആളാണ് എൻട്രി നടത്തിയിട്ടുള്ളത്. അങ്ങനെ ആദ്യം ഈ ഫാത്തി എന്ന് പറഞ്ഞ അവന്റെ ഭാര്യയുടെ അടുത്താണ് എൻട്രി നടത്തുന്നത്. ഭാര്യയുടെ അടുത്ത് എൻട്രി നടത്തിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അങ്ങോട്ട് എൻട്രി നടത്തുന്നു. 2 ഭാഗം കേട്ടതിന് ശേഷം ഞാൻ പരിഹരിക്കാൻ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ഷാജിദ വാശിയിലാണ്. അങ്ങനെ പരിഹരിക്കാൻ ഇറങ്ങിയിട്ട് കാണിക്കുന്ന കുറെ കോപ്രായങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതിലൊരു അരുവേന്ന് കേട്ടു നോക്കാം. ആദ്യം ഷാജിദ ആ ഫാത്തിയുടെ വൈഫിന് അയച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. സൂപ്പറാ, മോട്ടിവേഷൻ സ്പീക്കർ. ഇതൊക്കെയാണ് മക്കളെ മോട്ടിവേഷൻ. സ്വന്തം ഉമ്മാനെ അടിച്ചിറക്കിയാന്ത്, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാന്റെ ഷെട്ടി വീഡിയോ എടുത്ത് പുറത്ത് വിട്ടാന്ത് മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് മതി ഷാജിദ, മതി. അതങ്ങനെ തന്നെയാ. ആദ്യം നമ്മൾ ഒരുപാട് തളരും. കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. ഇത്താനെ ഒരു മൊത്തത്തിൽ ആൾക്കാരുടെ അടുത്തിട്ട് കുടഞ്ഞിരുന്നില്ലേ, അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു. എല്ലാവരും എനിക്ക് നേരെ, കാരണം അവൻ യൂട്യൂബിൽ എന്നെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അവൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ എന്നെ പറ്റി കുറേ വീഡിയോസ് ഇട്ടിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വരെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്നെ കുറിച്ചല്ലേ പറയണമെന്നുള്ളൂ. അങ്ങനെ ഭയങ്കര മെൻ്റലി പറ്റ ഡൗൺ ആയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു 4-5 മാസം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനങ്ങോട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. മൈൻഡേ ചെയ്യില്ല, നെഗറ്റീവ് വന്നാലും ഒരാളെയും മൈൻഡ് ചെയ്തില്ല. നമ്മളെ ലൈഫ് നമ്മൾ നോക്കുക, നമ്മൾ നന്നായാൽ നമുക്ക് നല്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങളൊന്ന് വിചാരിക്കും, നിങ്ങൾക്ക് എത്രയോ ആൾക്കാർക്ക് കേൾക്കണം, നിങ്ങളതിൻ്റെ ഒരു 100-10 എനിക്ക് കേട്ടിട്ടുണ്ടാവുക. അപ്പം ഞാൻ നിങ്ങളെ കുറിച്ച് ഫുള്ളായിട്ട് നടക്കുന്നുണ്ടോ. ഇത് ഫാത്തിയുടെ വൈഫ് അവനെ കുറിച്ച് പറയുന്നതാണ്, ഷാജിദയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിരുന്ന ഷാജിദ ആ ഒരു സാധനമുണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. എനിക്കത് കേട്ടപ്പോൾ രോമൊക്കെ എണീറ്റ് നിന്നിട്ട് കമന്ന് നടന്ന് സല്യൂട്ട് അടിക്കുക. ആ രീതി മോട്ടിവേഷനാണ് ഷാജിദ കൊടുത്തത്. ഇതെല്ലാം ആ സ്ത്രീ പറയുന്ന കേട്ടോക്കാം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു വെക്കുക, അതിലൂടെ ഫെയിം ആവുക, അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക. എന്തൊക്കെയോ അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ, അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും, അമ്മാരി കാട്ടിക്കൊല്ലാണ് ഒരു മരക്ക് പിന്നീട് നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കുന്നുണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ കാണാം. എന്തൊക്കെയിപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, മറ്റേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇന്നലെ ഇങ്ങനെ ഈ ഫാത്തി എന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യ ഇവിടെ ഇട്ടിട്ട് അപ്പുറത്ത് ഗൾഫിൽ പോയിട്ട് അവിടെ ഒരുപാട് സ്ത്രീകളായിട്ടൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ ഹാപ്പി ആയിട്ട് നടന്നും കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമാണെന്ന് അവിടെ ഇരുന്നും കൊണ്ട് പറയും. അതും സ്വന്തം കൊച്ചിനെ എടുത്ത് അടുത്തിരുത്തിയിട്ട്. അങ്ങനത്തെ ഒരുത്തനാണ് അവൻ. ബോധവും വിവരം പൊക്കണം അവനില്ല. അതുകൊണ്ടാണ് അവൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. അതിന്റെ ഇടയിൽ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മുടെ ഷാജിയുടെ എൻട്രി. എന്നുള്ള രീതിയിൽ എൻട്രി നടത്തുന്ന. ഇത്രയും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഷാജിദയുടെ റിപ്ലൈ കേൾക്കണം മക്കളെ. എന്റെ മോനെ, ആരാ ഷാജി? നീ ആരാ?
கடவுளும் காதலும் வேற இல்லை, இதுவரை யாரும் பார்த்ததில்லை, முதல் முதലാലെ ഇരുണ്ടവൻ பார்த்தവൻ ഞാൻ താനേ. ഇതൊക്കെ ഒരു കല തന്നെ ഷാജിദ. പറഞ്ഞാട്ടെ, എനിക്ക് ആ വാക്കുകളുടെ ആ ഒരു വടിവത്ത ആ ഒരു ആശ്ചര്യം, ആ ഒരു അനുഗ്രഹീതമായ വാക്കുകൾ, ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. മതി. എന്റെ സീൻ അവിടെ നിക്കട്ടെ. നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലേന്നും കൂടി എനിക്ക് അറിയണമായിരുന്നു. അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല, വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്റെയും ഭാഗവും നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്കറിയില്ല. എന്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത്. കൂടെ കിടന്ന് ഇത്ര വർഷം 10-13 വർഷം ജീവിച്ച് 3 മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഉപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. കോടതി ഷാജിദാ, ചുമ്മാ തീടാ, എന്തു വാട്ടാ, എത്ര സീനടാ ഷാജിദ. ഡേ കേട്ട, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു എന്നാണ് ഫാത്തിയയും അവന്റെ വൈഫിനെയൊക്കെ പറയുന്നത്. ഇതാരാ പറയുന്നേ? ഷാജിദ. സ്വന്തം ഉമ്മാന്റെ ഷെഡ്ഡി ഡാൻസ്, അയൽവാസികളെ മറ്റേ പൊക്കിക്കാണിപ്പ്, ചീത്തവിളി, പള്ളുവിളി, പിന്നെ എന്തൊക്കെ ചരിത്രം. ഇന്ത ഷാജിദടാ ഇത് പറയുന്നത്. കേൾക്കടാ, ഇത് കേൾക്കുമ്പോ തന്നെ ചിരിച്ചിരിച്ച് ചാകാനുള്ള വകുപ്പായി. വല്ലാത്തൊരു അവസ്ഥയാണ്. ഷാജിദാടാ. തീടാ. ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കും, നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, നിന്റെ മക്കളുടെ ഉപ്പയാണ്, നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു 10-13 വർഷം. ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഓ, എന്റെ അറിവ് എന്നടാ അറിവ്. ഇത്രയും എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്? വാക്കുകളുടെ ആ ഒരു ചടുലത, ആ ഒരു ഒഴുക്ക്, ആ ഒരു വരവ്, സെറ്റ് സീൻ. ഇതാണ്ട ഇനി മുതൽ മോട്ടിവേറ്റർ ഷാജിദ മതി. മോട്ടിവേറ്റർ ഷാജിദ അത്രയുമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട ഇതിന്റെ ഇടയിൽ. നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തെ? എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടെ? ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ്, നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും, പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ. നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാര്, ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ. എല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷാജിനി ഇടപെട്ട് കഴിഞ്ഞാൽ സീൻ വേറെയാണ്. അത് മറ്റുള്ള ആരും ഇടപെടുന്ന പോലെ അല്ല. ഷാജിദ ഇടപെട്ട് കഴിഞ്ഞാൽ സീനാണ്. ലൈഫ് കൊണ്ട് ജീവിതം കൊണ്ട് മാതൃകയായിട്ട് റോൾ മോഡലായിട്ട് എടുത്ത് തലയുടെ ബാക്കിൽ വെച്ച് സല്യൂട്ട് അടിക്കാൻ പറ്റിയ ടീമാണ് നമ്മുടെ ഷാജിദ. ആ ഷാജിദ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സീൻ മോനെ സീൻ, വെറുതെ സീൻ മോനെ സീൻ, ആ സീനാണ് സീൻ അനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ. ഈ പെൺകുട്ടി പറയണ, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ. കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. ഇത് ഷാജിദയുടെ ഡബ്ബഡ് വർഷം വല്ലതും ആണ്, എനിക്കറിയാൻ പാടില്ല. സ്വന്തം ഉമ്മാന്റെ ഷെഡ്ഡി ഡാൻസ്, അടുത്ത് മക്കള് വളർന്ന് വലുതായി വരുമ്പോൾ മക്കളെ കൊണ്ട് അയൽവാസികളെ അടുപ്പിക്കുക, ഗുണ്ടകളാക്കി മാറ്റുക, ഇങ്ങനത്തെ സെറ്റപ്പ് കിടക്കുന്ന ഷാജിദയാണ് ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത്. തലയ്ക്കൊരു അടിയും കിട്ടിയ ഇനി അറിയാൻ പാടില്ല. എന്തുവാ ഇത് ഇത്രയും മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നു? മോട്ടിവേഷൻ സ്പീക്കർ ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു ഷാജിദ ഷാച്ചി. സ്വന്തം ലൈഫ് കൊണ്ട് മോട്ടിവേറ്റർ. പക്ഷെ സെറ്റ്. വേറെ ആൾക്കാർ കുറെ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവരുടെ മക്കളുടെ ഉപ്പയാണ്, നിന്റെ ഹസ്ബൻഡിനൂടെ നീ 10-13 വർഷം ജീവിച്ചെന്നാണ് എന്റെ ഒരു അറിവ്. ഓന് 10-12 വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനൂടെ ജീവിച്ചതാണ് 15 കൊല്ലം. 15ാമത്തെ വയസ്സിൽ 2009 മാർച്ച് 29 കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോയതിന് ശേഷം എന്റെ ഇക്ക പറഞ്ഞതാണ് എന്റെ ലോകം. ഇക്ക പറഞ്ഞതിനപ്പുറം എന്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല.
എന്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല. വർഷക്കണക്ക് പോവാറില്ല. 10-15 കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഭാര്യ ആയിരുന്നു, ഒരു ഫ്രണ്ട് ആയിരുന്നു, ഒരു മക്കളുടെ ഉമ്മ, അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല. നീ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിന് നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കളിന് നിനക്ക് തരുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും. അതറിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇത് പറയുന്നു ഷാജി, എന്റെ മക്കൾക്ക് ഞാൻ പെർഫെക്റ്റ് ഉമ്മയാണ്. പിന്നെ വളർന്നു വന്നു കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് അയൽവാസികളെ അടുപ്പിക്കുമെന്ന് പറയുന്നതല്ലേ പെർഫെക്റ്റ് ഉമ്മ. നല്ല പാരന്റിങ് ആണല്ലോ അവിടെ നടത്തുന്നത്. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ പൊടിപ്പും കേട്ട ഷാജി. ഇനി അത്രയ്ക്ക് ഇതാണെങ്കിൽ, നീ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ സ്വന്തം ഉമ്മാനെ പോയി കണ്ട് ആ കാലിൽ വീഴുന്ന മാപ്പ് പറ. ആ ഉമ്മാനെ കണ്ട് കാലിൽ വീണ് മാപ്പ് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് കടകണാന്ന് വെട്ട്. അല്ലാണ്ട് വെറുതെ വായും പൂട്ടിയിട്ട് അവിടെ മിണ്ടാതിരുന്നോണം. ചുമ്മാ വായി തോന്നി അങ്ങ് വിളിച്ചു പറയാണ് ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ്. മോട്ടിവേഷനൊക്കെ ആവാം, സ്വന്തം ജീവിതം കൊണ്ട് മോട്ടിവേഷൻ ആവണം. അല്ലാണ്ട് ചുമ്മാ സ്വന്തം ജീവിതം കുളം തോണ്ടി വെച്ച് 4 വാക്ക് വലിച്ചേറി ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി മോട്ടിവേഷൻ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എനിക്കിതേ പറയാനുള്ളൂ. ഷാജിദായാലും ആരായാലും ഒരുമാതിരി അങ്ങ് മറ്റേ എന്റെ അടുത്ത പേരിൽ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ മക്കൾക്ക് ഞാൻ പെർഫെക്റ്റ് ഉമ്മാന്ന്. ഏത് തരത്തില്? എന്റെ പൊന്ന് ഷാജിദയുടെ വീഡിയോ ആ സ്ത്രീ കാണുന്നില്ലേ? അവരൊന്നും പറയുന്നില്ല, മിണ്ടുന്നില്ല. ഇനി മിണ്ടിയതെല്ലാം കൂടി ഷാജിദ മുക്കിയതാണെന്ന് അറിയാൻ പാടില്ല. വല്ലാത്തൊരവസ്ഥ, മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതൊക്കെ കാണുമ്പോ എന്തുപാടാ അന്യറമ അമ്പി കളിക്കണ. ആ ഉമ്മാനെ ചെളിവാരി അടിച്ചതിന് കൈ കണക്കില്ല. ചെളിയല്ല, തീട്ടോണ് വാരി അടിച്ചത്. അങ്ങേര് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ കുടിപ്പു. കുടുംബത്തിലുള്ളവരെയും അയൽവാസികളെയും തീട്ടം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് ഷാജിദ ഇപ്പുറത്തൊന്നിന്ന് മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങളാരും ചെളിവാരി അടിക്കല്, കുടുംബത്തിലാകുമ്പോൾ പ്രശ്നം ഉണ്ടാവും, മക്കളെ വളർന്നു വരെയാണ്. ആ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് നിങ്ങൾ മക്കളുടെ ലൈഫ് സ്പോയിൽ ചെയ്യില്ലെന്ന്. സ്വന്തം മക്കളുടെ ജീവിതം ഏത് തരത്തിൽ എത്തിച്ചു വെച്ചിരിക്കുന്നു. കുടുംബകാര്യങ്ങളും എല്ലാം വാരി പൊക്കിയെടുത്ത് അടിച്ച് നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് ചീത്തയും വിളിച്ച് ഉണ്ടും പൊക്കിയിട്ട് വന്നിരുന്ന അവസാനം ഇങ്ങനെ ഉണയടിക്കുമ്പോൾ സ്വന്തം മക്കളുടെ ജീവിതത്തിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ? എന്ത് വേണേ ഇതൊക്കെ? എന്തുവാ? മഴക്കാലം മാറി വേനൽ വന്നാലും, വേനൽ വന്ന് മഴ വന്നാലും, ഏത് വന്നാലും ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. താൻ ചെയ്യുന്ന കുറ്റങ്ങൾ ഒരു കുറ്റമല്ല, എന്നാൽ മോട്ടിവേഷൻ കൊടുക്കാൻ സെറ്റായിട്ട് ഇറങ്ങിക്കോളും. എന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ ആയിട്ടാണ്. ബൈ.